കർത്താവിന്റെ നാമം ഇന്നത്തെ ദിവസം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കായി നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 17, 18, 19, 20 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായി ഇരിക്കുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു മിനിറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. 17-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം മുതൽ എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. നെഹമ്യാവ് ചാപ്റ്റർ 2 verse 17 to 20 നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വായിക്കാം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അത് വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വേണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവിനോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹൊരനായ സർബൽത്തും അവനായ ദാസൻ തോബിയാവും അരാബിനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിക്കുവാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവരുടെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ന്യായവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ പുതിയ നമ്മുടെ സഭയുടെ വർഷത്തിൽ പരിശുദ്ധാത്മാവ് നിവർത്തിച്ചെടുക്കേണ്ട ദൈവിക ദർശനത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന, ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ആലോചനയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ സഭയിലുള്ള ജനത്തിന് പകരുവാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഈ മീഡിയയിലൂടെ ഒരുപക്ഷെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നായി ശ്രദ്ധിക്കുന്ന ദൈവജനത്തിനും അവരായിരിക്കുന്ന പ്രാർത്ഥനകളുടെയും അവരായിരിക്കുന്ന ദൈവം അവർ കൊടുത്തിരിക്കുന്ന ദർശനത്തെയും ഒന്നുകൂടെ സാക്ഷാത്കരിക്കുന്ന, ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്ദേശമാണ് ഇന്നത്തെ പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്. യെരൂശലേമിന്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്. യെരൂശലേമിന്റെ മതിലുകൾ പൊളിഞ്ഞ് കിടക്കുന്നു. തീ കൊണ്ട് വെന്ത് ചാമ്പലായ നിലയിൽ മതിൽ കിടക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 3-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. നെഹമ്യാവ് ദൈവാത്മാവിൽ യെരൂശലേമിന്റെ മതിലുകളുടെ അവസ്ഥയെ കാണും. ദൈവത്തിന്റെ ആലയത്തിന്റെ അവസ്ഥ, ദൈവരാജ്യത്തിന്റെ അവസ്ഥ തീ വെച്ച് ചുട്ടുകളഞ്ഞ് മതിൽ തകർക്കപ്പെട്ട് കിടക്കുന്നത് കണ്ട നെഹമ്യാവിന് താല്പര്യം പരിശുദ്ധാത്മാവിനാൽ, ദൈവത്താൽ ലഭിക്കും. അത് പണിയുവാൻ താൻ തയ്യാറാകുകയാണ്. പണിയുവാൻ തനിക്ക് ദൈവത്തിൽ നിന്നും ഉറപ്പ് ലഭിച്ചതനന്തരമായി താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തി നിമിത്തം യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. ജനത്തോട്, ദൈവജനത്തോട്, വരുവീൻ. ദൈവസഭയോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമാകാതിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ദൈവസഭയോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വരുവീൻ, നിന്ദാപാത്രമാകാതിരിക്കാതെ വണ്ണം നാം പണിയുക, യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ഈ രാജ്യത്തിൽ
ദൈവസഭയ്ക്ക് ഒരു പണിയുണ്ടെന്നും ദൈവത്തിനൊരു സഭയുണ്ടെന്നും ദൈവരാജ്യത്തിനൊരു വളർച്ചയുണ്ടെന്നും ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തിന് ഒരു സാക്ഷാത്കാരമുണ്ടെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ കരമുയർത്തി ദൈവത്തോട് സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ദാസന നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്, വരുവിൻ, നാം നിന്നാപാത്രമാകാതിരിക്കാതെ വണ്ണം നമുക്കൊന്നിച്ച് എഴുന്നേറ്റ് പണിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2015-16 വർഷത്തിൽ പരിശുദ്ധാത്മാവ് ഈ സഭയുടെ വിഷയത്തിൽ, ഈ ശുശ്രൂഷയുടെ വിഷയത്തിൽ, ഈ മൂവ്മെന്റിന്റെ വിഷയത്തിൽ ദൈവത്തിന് ചില നിന്ദകളെ എടുത്തു കളയുവാനായിട്ടുണ്ട്, ചില നിന്ദയെ പറിച്ചു കളയുവാനായിട്ടുണ്ട്, ചില നിന്ദ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആകയാൽ ഇനി നിന്ദിക്കപ്പെടാതിരിക്കേണ്ടതിനായി നാം എഴുന്നേറ്റ് പണിയുക. പ്രൈസ് ദി ലോർഡ്. അതോ നിന്ദയുടെ കൂടെ നിങ്ങൾ ഇനിയും നിന്ദിക്കപ്പെടണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതോ എനിക്ക് ഈ വർഷം ഈ ദേശത്ത് എന്റെ നിന്ദയെ എടുത്തു കളയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പണി ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം തന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം തന്റെ ദാസന്മാരെ ഒരു പണി ഏൽപ്പിക്കുമ്പോൾ, ദൈവം തന്റെ പണി തന്റെ ദാസന്മാരിലൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയിലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വരമ്പുകളിലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികളിലോ ആയിരിക്കുകയില്ല. ദൈവം നിയമിച്ച ദൈവദാസൻ നെഹമ്യാവിന്റെ പ്രാർത്ഥന നിന്ന ഉണ്ടാകാതിരിപ്പാൻ, തന്റെ പ്രാർത്ഥനയിൽ ഒരു ലജ്ജയുണ്ടാകാതിരിപ്പാൻ, തന്റെ ആഗ്രഹത്തിന് മുമ്പിൽ സമൂഹം നിന്ദിക്കാതിരിക്കേണ്ടതിനായി, പ്രൈസ് ദി ലോർഡ്, തന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമൂഹം തന്നെ നിന്ദിക്കാതിരിക്കേണ്ടതിനായി ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ദർശനങ്ങളെ പൂർത്തീകരിപ്പാൻ ആത്മാർത്ഥമായി നിന്നു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കുകൾ നിന്ദയ്ക്ക് കാരണമാകാതെ വണ്ണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ വെയിൽസിൽ, UK-യിൽ ദൈവസഭ വളരേണ്ടതിനായി, ദൈവപ്രവൃത്തി എഴുന്നേൽപ്പിക്കേണ്ടതിനായി, ദൈവരാജ്യം പണിയേണ്ടതിനായി നാം എഴുന്നേറ്റ് പണിയുവാൻ തയ്യാറാകുക. എന്തിനു വേണ്ടി? നമ്മുടെ മേൽ സമൂഹം നിന്ദിക്കുന്ന നിന്ദകളെ എടുത്തു കളയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിശാച് പറയുന്നു നിനക്കിത് തരികയില്ല. പിശാച് പറയുന്നു ഈ ദർശനം നീ സാക്ഷാത്കരിക്കുകയില്ല. പിശാച് പറയുന്നു ഈ പദ്ധതികൾ നിങ്ങൾ നിവർത്തിക്കുകയില്ല. പിശാച് പറയുന്നു നിന്നെ മൂടോടെ പറിച്ചു കളയും. പിശാച് പറയുന്നു നിന്റെ ആഗ്രഹങ്ങൾ അവൻ നിവർത്തിക്കുകയില്ല. പിശാച് പറയുന്നു നിന്റെ കുടുംബത്തെ അവൻ തകർത്തു കളയുന്നു. പിശാച് പറയുന്നു ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ട് ഞാൻ ജീവിതങ്ങളെ നശിപ്പിക്കും. എന്നാൽ ദൈവരാജ്യത്തിൽ യഹോവയായ ദൈവം തന്റെ ദാസന്മാരിലൂടെ ഇപ്പോൾ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് നിങ്ങളെ കൊണ്ട് പണിയിപ്പിക്കുവാൻ, നിങ്ങളുടെ നിന്ദകളെ എടുത്തു കളയുവാൻ യഹോവ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സഭയുടെ കൂടെ നിന്നിട്ട്, ഈ ദർശനത്തിന്റെ കൂടെ നിന്നിട്ട്, ഈ പ്രാർത്ഥനയുടെ പങ്കാളിയായിട്ട്, ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട്, ഈ ദർശനത്തിന്റെ മേൽ നിന്നിട്ട്, ഇതിനു വേണ്ടി പണം മുടക്കിയിട്ട്, ഇതിനു വേണ്ടി ചെലവിട്ടിട്ട്, ഇതിനു വേണ്ടി ഇറങ്ങി വന്നിട്ട് നാണക്കേടുണ്ടെന്നോ നിന്ദയുണ്ടെന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിന്ദകളെ എടുത്തു കളയുന്ന ഒരു വർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ മൂവ്മെന്റിനെ കൊണ്ടുവരുന്നുവെന്ന് ദൈവത്തിന്റെ ആലോചന ഇന്ന് മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദർശനം ഉയർത്തിപ്പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് അവൻ പിന്നെയും എന്റെ മേൽ അഭിഷേകം ഇരട്ടിയായി പകരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു നിന്ദയുണ്ടെങ്കിൽ, ഒരു അപമാനമുണ്ടെങ്കിൽ, ഒരു പരിഹാസമുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയുന്ന വർഷത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരികയാണ്.
എത്ര പേർന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? നെഹമ്യാവേ, നിനക്ക് ഒറ്റയ്ക്ക് പണിയാൻ സാധിക്കത്തില്ല. നെഹമ്യാവേ, ഞാൻ തീ വെച്ചു കളഞ്ഞതാണ്. നെഹമ്യാവേ, ഞാൻ ചുട്ടു കത്തിച്ചു കളഞ്ഞതാണ്. എന്നാൽ ഇന്ന് പകൽ യഹോവ നെഹമ്യാവോട് പറയുന്നു, ഒരുവൻ ചുട്ടു കത്തിച്ചെങ്കിൽ, ഒരു സമൂഹം അത് ചാമ്പലാക്കി കളഞ്ഞെങ്കിൽ, നിന്റെ മേൽ പകർന്ന യഹോവയുടെ അഭിഷേകം വെച്ചിട്ട്, നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ദർശനം വെച്ചിട്ട് ഞാൻ കത്തിക്കുകയല്ല, ഞാൻ ചാമ്പലാക്കുകയല്ല, ഞാൻ പണിയുവാൻ പോകുകയാണ്. എത്ര പേർ പകൽ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവം ചില പ്രവർത്തികൾ ചെയ്യുന്നത് എപ്പോഴും പ്രത്യേക മാനദണ്ഡങ്ങളിലാണ്. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന് നിന്ദകളൊക്കെ എടുത്തു കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ദൈവം ഒരു പണി അങ്ങ് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലങ്ങളും ഒരുവൻ നിന്ന ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലവും നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ പരിഹാസം ഏറ്റുകൊണ്ട് നടക്കണമെന്ന് ദൈവത്തിന് താല്പര്യമില്ല. എല്ലാ കാലങ്ങളും നീ കരഞ്ഞു പറഞ്ഞ പ്രാർത്ഥന വിഷയത്തിന് മേൽ മറുപടി ഉണ്ടാകാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലവും നീ ദുഃഖിച്ച് നടക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ നീ കരഞ്ഞ് പരിഹാസം ഏറ്റുവാങ്ങിയ, ഒരിക്കൽ നീ പ്രാർത്ഥിച്ച് നീ നിന്ദിക്കപ്പെട്ടെങ്കിൽ അത് ഞാൻ ഈ വർഷം എടുത്തു കളയുവാൻ പോകുകയാ. ഹല്ലേലൂയ. എന്റെ കൂടെ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ഈ വർഷം കാണുവാൻ കഴിയും. 2012 നീ പ്രാർത്ഥിച്ച വിഷയത്തിന് നിന്ന പാത്രമായി തീർന്നെങ്കിൽ, 2008 നീ പറഞ്ഞ കാര്യം മുമ്പിൽ നീ നിന്ന പാത്രമായി തീർന്നെങ്കിൽ, 2009 നീ കരഞ്ഞതിന് മുമ്പിൽ ഒരു നിന്ദിക്കപ്പെട്ടവളായി തീർന്നെങ്കിൽ, 2004 നിന്റെ സാക്ഷ്യ നിമിത്തം നീ നിന്ദിക്കപ്പെട്ടെങ്കിൽ, 2000 ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പ് ആമേൻ നീ നിന്ദിക്കപ്പെട്ടുവെങ്കിൽ, ഏത് മാനദണ്ഡത്തിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, ഏത് വിഷയത്തിന്മേൽ നീ കരഞ്ഞിട്ടുണ്ടോ, ഏത് വിഷയത്തിന്മേൽ നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ, ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിന്നെ എഴുന്നേൽക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ പണിയുവാൻ ഉള്ള വർഷത്തിൽ അവൻ നിന്നെ കൊണ്ടുവന്നിരിക്കുകയാ. ഇത് ദൈവത്തിന്റെ അരുളപ്പാട്. സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ വെയിൽസ് രാജ്യത്തു നിന്ന് ഈ ശുശ്രൂഷയുടെ മേൽ, ഈ മൂവ്മെന്റിന്റെ മേൽ, ഇവിടെ കേൾക്കുന്ന കുടുംബങ്ങളുടെ മേൽ, ഇവിടെ കേൾക്കുന്ന തലമുറകളുടെ മേൽ, ഈ സന്ദേശം കേൾക്കുന്ന തലമുറകളുടെ മേൽ ആമേൻ പിശാച് അപഹസിച്ച് വെച്ചിരിക്കുന്ന, പിശാച് ആമേൻ അപഹസിച്ച് ആവാസമിട്ട് വെച്ചിരിക്കുന്ന എല്ലാ നിന്ദകളെയും എല്ലാ പരിഹാസങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എടുത്തു കളയുകയാണ്. ഈ വർഷം അവരെ മാനിക്കട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നെഹമ്യാവ് പണിയാൻ തുടങ്ങുകയാ. നെഹമ്യാവ് എഴുന്നേൽക്കുവാൻ തുടങ്ങുകയാ. നെഹമ്യാവ് എഴുന്നേൽക്കുവാൻ തുടങ്ങിയപ്പോൾ നെഹമ്യാവിനോട് ദൈവം പറയുകയാണ്, നമുക്ക് ഒന്നിച്ച് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയട്ടെ, 2016 ദൈവസഭയെ മേലുള്ള ഈ മൂവ്മെന്റിന്റെ മേലുള്ള ദൈവിക ദർശനങ്ങളെ സൂക്ഷിക്കേണ്ടതിനും അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിനും അതിന്റെ മേലുള്ള സകല നിന്ദകളും എടുത്തു കളയേണ്ടതിനായി എനിക്ക് ചിലരെ ഈ സഭയിൽ ആവശ്യമുണ്ട്. എനിക്ക് ചില കുടുംബങ്ങളെ ഈ സഭയിൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആത്മാവിൽ എഴുന്നേൽക്കുവാൻ കഴിയുന്നെങ്കിൽ, നെഹമ്യാവ് പറഞ്ഞതുപോലെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നെഹമ്യാവിന്റെ കൂടെ എഴുന്നേൽക്കുവാൻ ഒരു കൂട്ടർ തയ്യാറായതുപോലെ ഇന്ന് പകൽ വെയിൽസിൽ എന്റെ വചനം കേൾക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ സാക്ഷാത്കാരം നടക്കേണ്ടതിനായി നെഹമ്യാവ് പറഞ്ഞതുപോലെ എഴുന്നേൽക്കുന്നെങ്കിൽ നിന്നെ അവൻ എടുത്തു കളയുകയാ. താങ്ക് യു ജീസസ്. നിന്ന പാത്രമാക്കാതിരിക്കാൻ അവൻ നിന്നെ പണിയാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്നത്, ചില പണി അവൻ കുടുംബത്തിൽ ചെയ്യുന്നത്, ചില പണി അവൻ സഭയിൽ ചെയ്യുന്നത്, ചില പണി അവൻ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, ചില പണി അവൻ ശുശ്രൂഷകൾ ചെയ്യുന്നത് നീ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ചില പരിശോധനകളിൽ നീ കടന്നു പോകുന്നത്, ചില ദുഃഖങ്ങളിൽ നീ കടന്നു പോകുന്നത്, ചില വേദനകളിൽ നീ കടന്നു പോകുന്നത്, ആമേൻ, നീ ഒരിക്കൽ പോലും നീ ചിന്തിക്കുന്നില്ല അതെന്തിനാണെന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ, നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ
ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ പണിയും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായികൾ തുറന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്നായി വലതുകരം ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഈ സഭയിലുള്ള സകല വിശ്വാസികളും ആത്മാർത്ഥ ഹൃദയത്തോടായിരിക്കണം നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കുന്നത്. ദൈവസഭയ്ക്ക് ഇന്ന് കരം അനുകൂലമായി തീരണം. ഈ സഭയുടെ ദർശനങ്ങൾക്ക് ഈ വർഷത്തിൽ പല തീരുമാനങ്ങൾ വരും, പല ദർശനങ്ങൾ വരും, പല ഫലപ്രാപ്തികൾ വരും. ഒരു കരവും ഇടയരുത്, ഒരു കരവും പുറകോട്ട് പോകരുത്, ഒരു കരവും പുറകോട്ട് ചലിക്കരുത്. യേശുവിന്റെ നാമത്തിൽ നീ ഉയർത്തിപ്പിടിക്കുന്ന കരത്തിന് മേൽ ദൈവത്തിന്റെ അനുകൂല നിലപാടുണ്ടാകണം. നിന്റെ ഹൃദയം ചലിക്കരുത്, നിന്റെ ഹൃദയം പുറകോട്ട് പോകരുത്. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ അധികാരത്തിൽ എല്ലാ കരങ്ങളെയും ഈ ദർശനത്തിനകത്ത് ഉയർത്തിപ്പിടിച്ച് ഞാൻ ഉറപ്പിക്കുകയാ. അത് സംഭവിക്കട്ടെ. ഒരു കരങ്ങൾ പുറകോട്ട് ചലിക്കാതെ വേണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഉറപ്പിക്കുകയാ. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് ഇതൊരു പ്രഖ്യാപനമാണ്, ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നാം എഴുന്നേറ്റ് പണിയണം. അങ്ങനെ ഇതൊരു നല്ല പ്രവൃത്തിയായി തീരുന്നു. നല്ല പ്രവൃത്തി എന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷയുണ്ട്. അന്യോന്യം ധൈര്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. വായികൾ തുറന്ന് പറയട്ടെ, അന്യോന്യം ധൈര്യപ്പെടുത്തണം. അന്യോന്യം വിമർശിക്കുക എന്നുള്ളതല്ല, അന്യോന്യം കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, അന്യോന്യം ആരോപിക്കുക എന്നുള്ളതല്ല. പണിയുവാൻ അന്യോന്യം ധൈര്യപ്പെടുത്തുക. ദൈവത്തെ സ്തുതിച്ചാട്ട പ്രിയമുള്ളവരെ, പണിക്ക് വേണ്ടി ഏൽപ്പിച്ചോട് എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ഒരു സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ദൈവം എന്നെ ഒന്ന് പണിയണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന സഭയെ ദൈവം പണിതിരിക്കും. അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന വിഷണറീസിന്, ദർശനമുള്ളവനെ ദൈവം ബലപ്പെടുത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം ധൈര്യപ്പെടുത്തുക ഒരു ഭയങ്കര മിനിസ്ട്രിയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം? അന്യോന്യം ധൈര്യപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ധൈര്യപ്പെടുത്തുന്ന അന്യോന്യം? എന്തുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന അന്യോന്യം? ഒരു കാരണമുണ്ട്. ഇതൊരു നല്ല പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുന്നതിനാണ്. ഒരു നല്ല പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞ പിന്നെ നീ ധൈര്യപ്പെടുത്തിയിരിക്കണം. വാദം പറഞ്ഞാട്ടെ, ധൈര്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയുന്നേ, ഞാൻ ധൈര്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയുടെ മേൽ ഒരു നല്ല പ്രവൃത്തിയുണ്ട്. ഈ ദർശനത്തിന് മേൽ ഒരു നല്ല പ്രവൃത്തിയുണ്ട്. ഈ മൂവ്മെന്റിന് മേൽ ഒരു നല്ല പ്രവൃത്തിയുണ്ട്. ഈ മൂവ്മെന്റിന് മേൽ കുറെ നല്ല തലമുറയുണ്ട്. ഹല്ലേലൂയ. ഈ മൂവ്മെന്റ് അകത്ത് നല്ല ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. ഈ മൂവ്മെന്റ് അകത്ത് തുറന്നു വിടേണ്ട ഒരു കൂട്ടം നല്ല തലമുറയുണ്ട്. ഹല്ലേലൂയ. ഈ മൂവ്മെന്റ് അകത്ത് ഒരു കൂട്ടം നല്ല സഹോദരിമാരുണ്ട്. ഈ മൂവ്മെന്റ് അകത്ത് ഒരു കൂട്ടം നല്ല സഹോദരങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു കൂട്ടം നല്ല ശുശ്രൂഷകന്മാരുണ്ട്. അവർ തമ്മിൽ ചേർന്നുകൊണ്ട് അന്യോന്യം ധൈര്യപ്പെടുത്തുവേ. എല്ലാവർക്കും ഒന്നും അന്യോന്യം ധൈര്യപ്പെടുത്താൻ പറ്റില്ല. നല്ല കുറച്ചെണ്ണം ധൈര്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നല്ലതിനെ കണ്ടറിയാം, ധൈര്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഒന്നും ധൈര്യപ്പെടുത്താൻ പ്രതീക്ഷിക്കരുത്. നല്ല പ്രവൃത്തി എന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന് ഉറപ്പ് നൽകിയാൽ, ഹല്ലേലൂയ, നീ വായികൾ തുറന്ന് പറയണം, നല്ലത് ഞാൻ കണ്ടിരിക്കുന്നു. നീ അന്യോന്യം ധൈര്യപ്പെടുത്തുകേ, അത് നിന്റെ കരങ്ങളിൽ സ്വർഗം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെയാണെന്നറിയോ ഒരു കാര്യം പിടിച്ചടക്കുന്നത്? നമ്മളെങ്ങനെ പിടിച്ചടക്കുന്നത്? തമ്മിൽ ധൈര്യപ്പെടുത്താതെ എങ്ങനെ പിടിച്ചു നിൽക്കും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഈ കാര്യങ്ങൾ ഈ രാജ്യത്ത് നേടിയെടുക്കണമെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന പദ്ധതികളെ തികച്ചെടുക്കണമെങ്കിൽ നമുക്ക് അന്യോന്യം ധൈര്യം ആവശ്യമാണ്. Praise the Lord. അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്ന കരങ്ങൾ ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. Praise the Lord. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. എല്ലാത്തിനും ഒറ്റ ധൈര്യപ്പെടുത്തല്. Praise the Lord. കണ്ടില്ലേ ഉൽപ്പത്തി പുസ്തകത്തില്? നല്ല ഫലമുള്ളതെല്ലാം നല്ല പ്രവൃത്തിയാണ്. Praise the Lord. ഫലം കണ്ടാൽ അറിയാം ആ പ്രവൃത്തി എങ്ങനെയുണ്ടെന്ന്. Praise the Lord. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ഫലം കണ്ട് നല്ലത് എന്ന് കണ്ടാൽ പിന്നെ നീ എഴുന്നേറ്റൊന്ന് ധൈര്യപ്പെടുത്തുക. നെഹമ്യാവേ, പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്റെ കൂടെ നിൽക്കുക. എന്താണെന്നറിയാമോ? നിന്നെ ധൈര്യപ്പെടുത്താനായി. നിന്നെ മാത്രമല്ല ഞങ്ങൾ ധൈര്യപ്പെടുത്തുന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും ഞങ്ങൾ തമ്മിൽ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രത്യേകമായ 2 മിനിസ്ട്രി ഇതിനിടയിലുണ്ട്. ഒന്ന്, നെഹമ്യാവിനെ ധൈര്യപ്പെടുത്തണം. നെഹമ്യാവിന് മേൽ യഹോവയുടെ കൃപയുണ്ടെങ്കിലും ജനം ധൈര്യപ്പെടുത്തണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൂടെ നിൽക്കുന്ന ജനത്തിന്റെ ഇടയിൽ ധൈര്യം ചോർന്നു പോകുന്നവരുണ്ട്. അവരെയും കൂടെ നിൽക്കുന്നവര് ധൈര്യപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിലും മറ്റേ മലബാറിലെ ആണ് പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ റാലി പിടിച്ചു പോകും. സ്കൂളിലും കോളേജിലും ഒക്കെ റാലി പിടിച്ചു പോകുമ്പോൾ, സിന്ദാബാദൊക്കെ വിളിച്ചു പോകുമ്പോൾ ചില ആളുകൾക്ക് വലിയ പരിചയമൊന്നുമില്ല റാലിക്ക് പോകാനായിട്ട്. അപ്പം ഭയങ്കര ആൾക്കൂട്ടമാണ്. ഇങ്ങനെ പോയി വരുമ്പോൾ ഈ ശക്തി കയറി ചിലരങ്ങോട്ട് ശക്തി കയറി പോകുമ്പോൾ ചില ആൾക്കാർ ക്യൂ ഒക്കെ തെറ്റിച്ച് വരുമ്പോഴത്തേക്കും ഈ ക്യൂവിന്റെ തെറ്റിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ റാലിയുടെ സുഖവും ആ പവറൊക്കെ നഷ്ടപ്പെടും. ഇവർ ഒന്നിച്ച് നിൽക്കുമല്ലേ ശക്തിയായിട്ട്. അപ്പോൾ പുറത്തുനിന്ന് പോകുന്ന കണ്ട ഉടനെ പുറകെ നിൽക്കുന്നവർ ഒറ്റ തട്ട് കൊടുക്കും ക്യൂവിലോട്ട്, പെട്ടാ. ഇനി അതിലൊക്കെ അപ്പുറത്തൊരു എക്സാമ്പിൾ പറയാം. ഈ മൈസൂർ നിന്നൊക്കെ നല്ല പോത്തിനെ കൊണ്ടുവരും നമ്മുടെ കേരളത്തിലോട്ട്. അപ്പൊ കൊണ്ടിരുന്ന വഴിയില് ചില പോത്തുക്ക് ലൈസൻസ് പോകും എന്ന് പറഞ്ഞാൽ ഒരു വഴി അങ്ങ് പോകും. 10-100 നൂറ്റുമ്പോ ഒന്നിച്ചാ കൊണ്ടിരുന്നത്. കറക്റ്റ് ഏതെങ്കിലും ഒരു പോത്തിനൊരു ടക്ക് അടിച്ചാൽ മതി, എല്ലാം ഒരുപോലെ പോലെ. ഏതോ ഒരു പോത്തിന്റെ ദൗർഭാഗ്യം, അവൻ എപ്പോഴും ടക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവനാ സകലതയും കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചില പോത്തുകൾ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വേറെ വഴിയെ കയറും. അപ്പോഴത്തേക്കും ഈ കൊണ്ടുവരുന്ന ആള് ചെന്ന് ഓടി ചെന്നിട്ട് ആ പോത്തിനിട്ടും ഒരു ടപ്പ് കൊടുക്കും. അപ്പോഴത്തേക്കും ഈ മറ്റുള്ള പോത്തിനിടയിലോട്ട് ഉമ്മന്ന് കയറും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ഇടയിൽ ഒന്നിച്ചാണ് യാത്രയെങ്കിലും ചിലർ ഇടയ്ക്ക് അങ്ങ് പെട്ടെന്ന് വഴിതെറ്റും. ചിലർ ഇടയ്ക്ക് അങ്ങ് വഴിതെറ്റി പെട്ടെന്ന് മാറിപ്പോകല്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ധൈര്യം പിന്നെയും സംഭരിച്ച് ആ ട്രാക്കിൽ നിൽക്കണം. ദർശനത്തിന്റെ അകത്ത് സഭ ഒന്നിച്ചു നിന്നെങ്കിലേ, സഭ ഒന്നിച്ച് ധൈര്യപ്പെട്ട് നിന്നെങ്കിലേ ദർശനം നമ്മൾ പ്രാപിച്ചെടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 കുടുംബത്തിന്റെ ദർശനം വേറെ, 4 കുടുംബ ദർശനം വേറെയായി ഒരു ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. സഭയുടെ ദർശനത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു നിന്ന് ഒരു ദർശനത്തിന് വേണ്ടി അന്യോന്യം ധൈര്യപ്പെടുത്തിയാൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ ഈ രാജ്യത്ത് നാം ചെയ്തിരിക്കോ. എത്ര പേർക്ക് പകൽക്കാലം വിശ്വസിപ്പാൻ സാധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ ഈ വർഷത്തിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വരട്ടെ. അതിലൂടെ